1990-കളിൽ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്ന നഗരമായിരുന്നു ബോസ്നിയ ആൻഡ് ഹെർസഗോവിനയുടെ തലസ്ഥാനമായ സരയേവോ. ഈ നഗരം കൈവശപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ സെർബിയൻ സൈന്യം നടത്തിയ ഉപരോധമാണ് അന്ന് സരയേവോയെ വാർത്തകളിൽ നിറച്ചത്. 1425 ദിവസം സെർബിയ ഈ നഗരത്തെ ഉപരോധിച്ചു. എന്നാൽ സെർബിയൻ സൈന്യത്തിന് സരയേവോ കീഴടക്കാൻ കഴിഞ്ഞില്ല. ഈ നാട്ടിലെ ജനങ്ങളുടെ നിശ്ചയദാർഢ്യം സെർബിയൻ സൈന്യത്തെ മുട്ടുകുത്തിച്ചു. യുദ്ധം അവസാനിച്ച ശേഷം പൂർണ്ണമായും തകർന്ന നിലയിലായിരുന്ന സരയേവോ ഇന്ന് വളരെയേറെ മാറിക്കഴിഞ്ഞു. യുദ്ധത്തിന്റെ ഓർമ്മകളെ ഇവർ അതിജീവനത്തിന്റെ സ്മാരകങ്ങളാക്കി സംരക്ഷിച്ചു വരികയാണ്. അടുത്ത കാലത്തായി സരയേവോ ടൂറിസം രംഗത്തും വലിയ നേട്ടങ്ങളാണ് കൈവരിച്ചിട്ടുള്ളത്. പോകാം സരയേവോ നഗരത്തിന്റെ കാഴ്ചകളിലേക്ക്. ഈ സിറ്റി ടൂറിൽ നാം എത്തുന്നത് സരയേവോ നഗരത്തിലെ പ്രധാനപ്പെട്ട 10 ഡെസ്റ്റിനേഷനുകളിലേക്കാണ്. ആദ്യം മില്യാക്ക നദി ആൻഡ് ലാറ്റിൻ ബ്രിഡ്ജ്, തുടർന്ന് സിറ്റി ഹാൾ, അടുത്തതായി ഓൾഡ് ടൗൺ, പിന്നെ ഗാസി ഹുസ്റൈവ് ബെഗ് മോസ്ക്, തുടർന്ന് ഗാസി ഹുസ്റൈവ് ബെഗ്സ് ബെസിസ്ഥാൻ, അടുത്തതായി ഫെർഹാദിയ സ്ട്രീറ്റ്, പിന്നെ പിയാസ മാർക്കാലെ, തുടർന്ന് കൊവാച്ചി സെമിട്രി ആൻഡ് യെല്ലോ ബാസ്റ്റിൻ. അവിടെ നിന്നും സരയേവോ കേബിൾ കാർ. അവസാനമായി ടണൽ ഓഫ് ഹോപ്പ്. നമുക്ക് മില്യാക്ക നദിക്കരയിൽ നിന്ന് തന്നെ ഈ യാത്ര ആരംഭിക്കാം. 20 കിലോമീറ്റർ മാത്രം നീളമുള്ള ഒരു ചെറിയ നദിയാണിത്. നഗരത്തിനുള്ളിൽ നദിക്ക് വീതിയും കുറവാണ്. അതുപോലെ ഒഴുകുന്ന വെള്ളത്തിന്റെ അളവും താരതമ്യേന വളരെ കുറവ്. എങ്കിലും സരയേവോ നഗരത്തിന്റെ ജീവവാഹിനിയായി മില്യാക്ക കണക്കാക്കപ്പെടുന്നു. നദിയും ചുറ്റുവട്ടവും ഇന്ന് നഗരത്തിലെ പ്രധാനപ്പെട്ടൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ്. നദിക്കരയിലെ നടപ്പാതകളിലൂടെ മനോഹരമായ കാഴ്ചകൾ കണ്ട് നടക്കാം. ഉദ്യാനങ്ങൾ, ചരിത്ര സ്മാരകങ്ങൾ, സാംസ്കാരിക സ്ഥാപനങ്ങൾ എന്നിങ്ങനെ പലതും ഈ നദിയോരത്ത് കാണാനുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു സ്മാരകമാണ് ലാറ്റിൻ ബ്രിഡ്ജ് എന്ന ചെറിയ ഒരു പാലം. ഒരു കാലത്ത് ക്രിസ്ത്യാനികൾ കേന്ദ്രീകരിച്ചിരുന്ന പ്രദേശത്തെ പാലമായതിനാൽ ലഭിച്ച പേരാണ് ലാറ്റിൻ ബ്രിഡ്ജ് എന്നത്. എന്നാൽ പാലം പ്രസിദ്ധമായിട്ടുള്ളത് 1-ാം ലോക മഹായുദ്ധത്തിന് കാരണമായ സംഭവം നടന്നതിന്റെ പേരിലാണ്. ഈ പാലത്തിന് സമീപത്ത് വെച്ചായിരുന്നു ഓസ്ട്രിയൻ കിരീടാവകാശി ആർച്ച് ഡ്യൂക്ക് ഫെർഡിനാൻഡിന്റെ കൊലപാതകം. അതേ തുടർന്ന് ഓസ്ട്രിയ സെർബിയയോട് യുദ്ധം പ്രഖ്യാപിക്കുകയും ലോകം ഇരുചേരിയിലായി തിരിഞ്ഞ് പോരാട്ടം ആരംഭിക്കുകയുമായിരുന്നു. ആ സംഭവത്തെ ഓർമ്മിപ്പിക്കുന്ന സ്മാരക ഫലകം ലാറ്റിൻ ബ്രിഡ്ജിനടുത്ത് സ്ഥാപിച്ചിട്ടുണ്ട്. ആർച്ച് ഡ്യൂക്ക് ഫെർഡിനാൻഡിന്റെ കൊലപാതകം വിഷയമാക്കിയ ഒരു മ്യൂസിയവും സമീപത്ത് ഒരുക്കിയിരിക്കുന്നു. ആ സംഭവത്തിന്റെ ചിത്രങ്ങളും വിവരണങ്ങളുമെല്ലാം മ്യൂസിയത്തിൽ കാണാം. ഇനി കാണേണ്ടത് സിറ്റി ഹാളാണ്. ഇന്നാട്ടിൽ വിയസ്നിക്ക എന്ന പേരിൽ അറിയപ്പെടുന്ന ടൗൺ ഹാൾ മന്ദിരം.
19-ാം നൂറ്റാണ്ടിന്റെ അവസാനം ടൗൺ ഹാളിനായി നിർമ്മിച്ച കെട്ടിടം രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ലൈബ്രറിയായി മാറ്റിയിരുന്നു. സെർബിയൻ ഉപരോധകാലത്ത് സെർബിയൻ അനുകൂലികൾ ലൈബ്രറി കെട്ടിടത്തിന് തീവച്ചു. പുരാരേഖകൾ അടക്കം ആയിരക്കണക്കിന് പുസ്തകങ്ങളുടെ വിലപ്പെട്ട ശേഖരമുണ്ടായിരുന്ന ലൈബ്രറിയിലെ തീയണയ്ക്കാൻ ഓടിക്കൂടിയ നഗരവാസികളെ മലമുകളിൽ നിന്നും സെർബിയൻ സൈന്യത്തിലെ സ്നൈപ്പർമാർ വെടിവെച്ച് വീഴ്ത്തുകയും ചെയ്തു. സംഘർഷം അവസാനിച്ച ശേഷം പഴയ പ്രൗഢിയോടെ പുതുക്കി പണിത കെട്ടിടമാണ് ഇപ്പോൾ കാണുന്നത്. മൂറിഷ് റിവൈവൽ ശൈലിയിലുള്ള സിറ്റി ഹാൾ ഇന്ന് നഗരത്തിലെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് ആകർഷണമാണ്. സ്ട്രിപ്പുകൾ നൽകിയിട്ടുള്ള പെയിന്റിംഗ് മന്ദിരത്തിന് വേറിട്ട സൗന്ദര്യം പകരുന്നു. അതോടൊപ്പം കൊത്തുപണികളും പാറ്റേൺ ഡിസൈനുകളും അടങ്ങുന്ന അലങ്കാരങ്ങളും ധാരാളമായി കാണാം. സെർബിയൻ ക്രിമിനലുകൾ ഈ മന്ദിരത്തിൽ ചെയ്ത പ്രവൃത്തി ഒരു ഫലകത്തിൽ എഴുതി ഭിത്തിയിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇനി കാണേണ്ടത് സരയേവോ ഓൾഡ് ടൗൺ ആണ്. ഓൾഡ് ടൗണിൽ എത്തുമ്പോൾ ഒരു ടൂറിസം ഡെസ്റ്റിനേഷൻ എങ്ങനെ സൃഷ്ടിക്കാം എന്നതിന്റെ മികച്ച ഉദാഹരണം നിങ്ങൾക്ക് നേരിട്ട് കണ്ടറിയാം. ഈ നഗരത്തിന്റെ ചരിത്രം പല രൂപത്തിലും ഭാവത്തിലും ഓൾഡ് ടൗണിൽ കാണാനാകും. സെർബിയൻ സൈന്യം സരയേവോ ഉപരോധിച്ച കാലത്തിന്റെ അടയാളങ്ങളാണ് അതിലൊന്ന്. അന്ന് വെടിവെപ്പിലും ഷെല്ലാക്രമണത്തിലും തകർന്ന ധാരാളം നിർമ്മിതികൾ ഇവിടെ നിലനിർത്തിയിട്ടുണ്ട്. നവീകരിച്ച കെട്ടിടങ്ങളിൽ പോലും വെടിയേറ്റ പാടുകൾ കാണാനാകും. സരയേവോ നിവാസികൾ ഈ അടയാളങ്ങൾ അഭിമാനത്തോടെ സംരക്ഷിക്കുകയാണ്. ഇവർക്കിത് അതിജീവനത്തിന്റെ ചരിത്രം വരും തലമുറകൾക്ക് കൈമാറുന്ന അമൂല്യമായ സ്മാരകം കൂടിയാകുന്നു. ഒട്ടോമൻ കാലത്തിന്റെ ഓർമ്മകൾ പങ്കുവെക്കുന്ന സ്മാരകങ്ങളാണ് മറ്റൊന്ന്. ആ കാലത്തെ ധാരാളം നിർമ്മിതികൾ ഓൾഡ് ടൗണിലുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സെബിലി ഫൗണ്ടൻ. ഓൾഡ് ടൗണിലെ പ്രധാന സ്ക്വയറായ ബാഷാർ ഷിയായിലാണ് ഫൗണ്ടന്റെ സ്ഥാനം. മരത്തടിയിൽ 17-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഫൗണ്ടൻ ഒരു കേടും കൂടാതെ ഇന്നും നിലനിൽക്കുന്നു. ഓൾഡ് ടൗണിൽ എത്തുന്ന സഞ്ചാരികൾ ഒത്തുകൂടുന്ന പ്രധാന കേന്ദ്രം കൂടിയാണ് ഈ ബാഷാർ ഷിയ സ്ക്വയർ. വൈകുന്നേരങ്ങളിൽ ചത്തുരങ്ങളിൽ തിരക്ക് കൂടും. കല്ലുപാകിയ വഴികളും ധാരാളം ഇടപ്പാതകളും ഓൾഡ് ടൗണിൽ ഉൾപ്പെടുന്നുണ്ട്. ഇവയിലെല്ലാം ടൂറിസവുമായി ബന്ധപ്പെട്ട പലതരം സ്ഥാപനങ്ങൾ പ്രവർത്തിച്ചു വരുന്നു. റെസ്റ്റോറന്റുകൾ, സുവനീർ ഷോപ്പുകൾ, ആർട്ട് ഗ്യാലറികൾ, ബേക്കറികൾ എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടും. ബോസ്നിയൻ മധുര പലഹാരങ്ങൾ ഓൾഡ് ടൗണിന്റെ പ്രധാന സവിശേഷതയാണ്. ബേക്കറികളിൽ പല രൂപത്തിലും രുചിയിലുമുള്ള പലഹാരങ്ങളുടെ സമൃദ്ധി കാണാം. ബോസ്നിയൻ വിഭവങ്ങൾ തന്നെയാണ് ഓൾഡ് ടൗണിലെ ഭക്ഷണശാലകളുടെയും സവിശേഷത. പഴയ കെട്ടിടങ്ങളുടെ ഉള്ളിലെ നടുമുറ്റത്ത് പ്രവർത്തിക്കുന്ന റെസ്റ്റോറന്റുകളും വഴിയരികിൽ കസേരകൾ നിരത്തി ഭക്ഷണം വിളമ്പുന്ന റെസ്റ്റോറന്റുകളും ഇവിടെയുണ്ട്. ഇത്തരം 100 കണക്കിന് റെസ്റ്റോറന്റുകളാണ് ഓൾഡ് ടൗണിൽ അങ്ങോളം ഇങ്ങോളമുള്ളത്. പിന്നെ സുവനീർ ഷോപ്പുകളും. തദ്ദേശീയമായി നിർമ്മിച്ച കരകൗശല വസ്തുക്കൾ സുവനീർ കടകളിൽ നിന്നും വാങ്ങാനാകും. മേൽവിലാസം നൽകിയാൽ വലിയ വസ്തുക്കൾ വിദേശത്തായാലും വീട്ടിൽ എത്തിക്കുകയും ചെയ്യും. പകൽ മാത്രമല്ല, രാത്രിയിലും ഓൾഡ് ടൗൺ സന്ദർശിക്കേണ്ടതുണ്ട്. വൈകുന്നേരത്തോടെയാണ് ഇവിടേക്കുള്ള സന്ദർശകരുടെ ഒഴുക്ക് തുടങ്ങുന്നത്. പാതിരാത്രി വരെ തിരക്ക് തുടരും.
ഓൾഡ് ടൗണിന്റെ പൗരാണിക ഭാവത്തിന് ചേരുന്ന ലൈറ്റിങ്ങും മനോഹരമായി ഡിസൈൻ ചെയ്തിട്ടുള്ള കച്ചവട സ്ഥാപനങ്ങളും ചരിത്ര സ്മാരകങ്ങളുമെല്ലാം രാത്രിയിലും സവിശേഷ കാഴ്ചയാകുന്നു. റെസ്റ്റോറന്റുകൾ നാടൻ കലാപരിപാടികളും മറ്റുമായി രാത്രികളിൽ കൂടുതൽ സജീവമാവുകയും ചെയ്യും. രുചികരമായ ബോസ്നിയൻ വിഭവങ്ങൾ കഴിച്ച് ഈ കാഴ്ചകളും കണ്ട് വഴിയോരത്തിരിക്കുന്നത് ആസ്വദിച്ചറിയേണ്ട അനുഭവം തന്നെയാണ്. ഇനി കാണേണ്ടത് ബാൽക്കൻ മേഖലയിലെ പ്രധാനപ്പെട്ടൊരു മോസ്കാണ്. ഗാസി ഹുസ്രേവ് ബെഗ് മോസ്ക്. ഒട്ടോമൻ ഗവർണറായിരുന്ന ബെഗ്സ് 16-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ആരാധനാ കേന്ദ്രം. ലോകത്താദ്യമായി വൈദ്യുതീകരിച്ച ഇസ്ലാമിക ആരാധനാലയം എന്ന പ്രത്യേകത ഈ മോസ്കിനുണ്ട്. ഒട്ടോമൻ ആർക്കിടെക്ചറിൽ രൂപകൽപ്പന ചെയ്തിട്ടുള്ള മന്ദിരം ഒരു സ്മാരകം കൂടിയാണ്. ആകാശത്തേക്ക് കൂർത്തുയരുന്ന തനത് ഒട്ടോമൻ ശൈലിയിലുള്ള മിനാരമാണ് മോസ്കിന്റെ ശ്രദ്ധേയമായ ഭാഗം. മറ്റൊരാകർഷണം പച്ച നിറത്തിൽ പെയിന്റ് അടിച്ച ബൃഹത്തായ കുംഭഗോപുരങ്ങളും. അതുപോലെ ഉൾവശവും മനോഹരമായ കാഴ്ചയാണ്. മോസ്കിന്റെ കോമ്പൗണ്ടിൽ ചില ഖബറുകൾ കാണാം. പ്രമുഖരായ ഒട്ടോമൻ ഭരണകർത്താക്കളെ അടക്കം ചെയ്തിട്ടുള്ള ഇടമാണിത്. വിശ്വാസികൾക്ക് ശരീരശുദ്ധി വരുത്താൻ സ്ഥാപിച്ച ഫൗണ്ടനാണ് മോസ്കിലെ മറ്റൊരു പ്രധാന കാഴ്ച. ഈ ഫൗണ്ടനിൽ നിന്നും വെള്ളം കുടിച്ചാൽ സരയോവോയിൽ വീണ്ടും എത്തുമെന്നൊരു വിശ്വാസവും പ്രാദേശികമായി പ്രചരിക്കുന്നുണ്ട്. നഗരപരിഷ്കരണത്തിന്റെ ഭാഗമായി നിർമ്മിച്ച ക്ലോക്ക് ടവറും മോസ്കിന് സമീപത്ത് കാണാനാകും. ജർമ്മനി, പോളണ്ട്, ബോസ്നിയ ആൻഡ് ഹെർസഗോവിന, കിർഗിസ്ഥാൻ. സഞ്ചാരം വോള്യം നമ്പർ 19. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222. ഇനി കാണേണ്ടത് ഒരു മാർക്കറ്റാണ്. ഗാസി ഹുസ്രേവ് ബെഗ്സ് ബെസിസ്ഥാൻ. 16-ാം നൂറ്റാണ്ടിൽ ഒട്ടോമൻ ഭരണകൂടം പണികഴിപ്പിച്ച കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന മാർക്കറ്റ്. ഒട്ടോമൻ കാലത്തും ഒരു മാർക്കറ്റ് തന്നെയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. 4 നൂറ്റാണ്ടുകൾക്ക് ഇപ്പുറവും മാർക്കറ്റായി തന്നെ ഇവിടെ നിലനിൽക്കുകയും ചെയ്യുന്നു. ചുണ്ണാമ്പുകല്ലും ഇഷ്ടികയുമാണ് മാർക്കറ്റ് കെട്ടിടത്തിൽ ഉപയോഗിച്ചിട്ടുള്ള പ്രധാന നിർമ്മാണ വസ്തുക്കൾ. പഴമയുടെ സൗന്ദര്യം ഒട്ടും ചോരാതെ സംരക്ഷിച്ചിട്ടുള്ള കെട്ടിടത്തിൽ അക്കാലത്തെ നിർമ്മാണ രീതികളും പ്രകടമായി കാണാനാകും. മാർക്കറ്റ് സ്ഥാപിച്ച ഒട്ടോമൻ ഗവർണർ ഗാസി ഹുസ്രേവ് ബെയ്ഗിന്റെ പേരാണ് ഇതിന് നൽകിയിട്ടുള്ളത്. ഇന്ന് കാണുന്നതിലും പല മടങ്ങ് വലിപ്പം ഒട്ടോമൻ കാലത്ത് മാർക്കറ്റിനുണ്ടായിരുന്നു. പിന്നീട് നഗരവികസനത്തിന്റെ ഭാഗമായി മറ്റും പല ഭാഗങ്ങളും പൊളിച്ചു നീക്കുകയാണ് ഉണ്ടായത്. ഇപ്പോൾ കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങളോടെ നവീകരിച്ച് മാർക്കറ്റിനെ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാക്കി മാറ്റിയിട്ടുണ്ട്. ഹാൾ പോലെ നീണ്ടുകിടക്കുന്ന മാർക്കറ്റിനുള്ളിൽ നിറയെ സുവനീർ ഷോപ്പുകളാണ്. നാടൻ കരകൗശല വസ്തുക്കൾ, സ്മരണികകൾ, അലങ്കാര വസ്തുക്കൾ എന്നിങ്ങനെ പലതും ഇവിടെ നിന്നും വാങ്ങാനാകും. ഇനി നമുക്ക് ഫെർഹാദിയ സ്ട്രീറ്റിലൂടെ ഒരു നടത്തമാകാം. സരയോവോയുടെ പഴയ നഗരഭാഗത്തെയും പുതിയ ഭാഗങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാതയാണിത്. ഫെർഹാദിയ സ്ട്രീറ്റിൽ വാഹന ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട്. അതിനാൽ കാൽനട യാത്രക്കാർക്ക് സ്വതന്ത്രമായി കാഴ്ചകൾ ആസ്വദിച്ച് സഞ്ചരിക്കാനാകും. അതിനുതകുന്ന തരത്തിൽ ടൈൽ വിരിച്ചും മറ്റും പാത സജ്ജീകരിച്ചിട്ടുമുണ്ട്.
വാക്കിംഗ് സ്ട്രീറ്റ് എന്ന പോലെ ഫർഹാദിയ ഒരു ഷോപ്പിംഗ് കേന്ദ്രം കൂടിയാണ്. ചുറ്റുമുള്ള കെട്ടിടങ്ങളിൽ നിരവധി കച്ചവട സ്ഥാപനങ്ങൾ പ്രവർത്തിച്ചു വരുന്നു. ഫർഹാദിയ സ്ട്രീറ്റിന്റെ ന്യൂ ടൗണിലെ അറ്റം അവസാനിക്കുന്നത് ഒരു സ്ക്വയറിലാണ്. 19-ാം നൂറ്റാണ്ടിൽ പണികഴിപ്പിച്ച സേക്രഡ് ഹാർട്ട് കത്തോലിക്ക ദേവാലയം സ്ഥിതി ചെയ്യുന്ന ചത്തുരം. പഴമയുടെ സൗന്ദര്യം ചോരാതെ സംരക്ഷിച്ചിട്ടുള്ള ദേവാലയ മന്ദിരത്തിൽ സെർബിയൻ ആക്രമണകാലത്ത് വെടിയുണ്ടയേറ്റ അടയാളങ്ങളും കാണാം. ഇവിടെ നിന്നും പല ദിശകളിലേക്ക് നീണ്ടുപോകുന്ന സ്ട്രീറ്റുകളിലൂടെ നടക്കുന്നതും രസകരമായ അനുഭവമാണ്. എല്ലായിടത്തും ടൂറിസവുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളാണ് പ്രവർത്തിക്കുന്നത്. സരയേവോ റോസ് എന്നറിയപ്പെടുന്ന യുദ്ധകാല സ്മാരകം ഇവിടെ കാണാം. ഷെൽ വന്നു വീണ് കേടുപറ്റിയ നിലമാണ് സരയേവോ റോസ് എന്ന പേരിൽ സംരക്ഷിച്ചിട്ടുള്ളത്. ഒരു മ്യൂസിയവും ഫർഹാദിയ സ്ട്രീറ്റിൽ പ്രവർത്തിക്കുന്നുണ്ട്. മ്യൂസിയം ഓഫ് ക്രൈംസ് എഗൈൻസ്റ്റ് ഹ്യൂമാനിറ്റി ആൻഡ് ജിനോസൈഡ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. വിവിധ കാലങ്ങളിൽ നടന്ന യുദ്ധങ്ങളുടെയും മനുഷ്യക്കുരുതികളുടെയും വിവരങ്ങൾ ഈ മ്യൂസിയത്തിലുണ്ട്. ഫർഹാദിയ സ്ട്രീറ്റിലൂടെ മുന്നോട്ട് നടന്ന് മാർഷൽ ടിറ്റോ റോഡിലെത്തുമ്പോൾ 2ാം ലോക മഹായുദ്ധത്തിൽ സരയേവോയിൽ നിന്നുള്ള രക്തസാക്ഷികളെ സ്മരിക്കുന്ന ഒരു വാർ മെമ്മോറിയൽ കാണാം. ഇനി നമുക്കൊരു ലോക്കൽ മാർക്കറ്റ് കാണാം. ഇന്നാട്ടിലെ സാധാരണക്കാർ ദൈനംദിന ജീവിതത്തിന് ആവശ്യമായ സാധനങ്ങൾ വാങ്ങാനെത്തുന്ന ചന്തകളിൽ ഒന്ന്. നഗരത്തിലെ സാധാരണക്കാരുടെ ജീവിതം നേരിട്ട് കാണാനും അറിയാനും ഇത്തരം മാർക്കറ്റുകളാണ് നല്ലത്. മേൽക്കൂരയുള്ള വലിയൊരു ഹാളിലാണ് മാർക്കറ്റ് സജ്ജീകരിച്ചിട്ടുള്ളത്. ഉള്ളിൽ ചെറിയ സ്റ്റാളുകളിൽ കച്ചവട സാധനങ്ങൾ നിരത്തി വിൽപ്പനയ്ക്ക് ഒരുക്കിയിരിക്കുന്നു. വൃത്തിയോടെയും വെടിപ്പോടെയും സൗന്ദര്യബോധത്തോടെയും ഒരു ചന്ത എങ്ങനെ നിലനിർത്താമെന്നതിന് ഈ മാർക്കറ്റ് പാഠമാണ്. പഴവും പച്ചക്കറികളുമാണ് ഉള്ളിൽ പ്രധാനമായുള്ളത്. നിറപ്പകിട്ടാർന്ന പഴവും പച്ചക്കറികളും മനോഹരമായി അടുക്കി പ്രദർശിപ്പിച്ചിരിക്കുന്നു. ഇവ അടുക്കിയിരിക്കുന്നതിൽ പോലും ഒരു ചന്തമുണ്ട്. ഫോട്ടോഗ്രാഫി ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു വിരുന്നുകൂടിയാണ് ഈ ദൃശ്യങ്ങൾ. മാർക്കറ്റിന്റെ ഉള്ളിൽ ഭക്ഷ്യവസ്തുക്കളാണെങ്കിൽ പുറത്ത് പ്ലാസ്റ്റിക്, ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങളാണ് വിൽപ്പനയ്ക്ക് വെച്ചിട്ടുള്ളത്. നല്ല വിലക്കുറവുള്ളതിനാൽ സാധാരണക്കാരായ ഉപഭോക്താക്കൾ ഇവിടെ ധാരാളമായി എത്തുന്നു. മാർക്കറ്റിൽ ഒരു ഭാഗം പൂക്കൾ വിൽക്കുന്ന ഇടമാണ്. സരയേവോ നിവാസികൾ ഭവന സന്ദർശനം നടത്തുമ്പോഴും ചടങ്ങുകളിൽ പങ്കെടുക്കുമ്പോഴുമെല്ലാം പൂച്ചെണ്ടുകൾ നൽകുന്നത് പതിവാണ്. സരയേവോ റോസ് എന്ന ഷെൽവീണ ഭാഗം ഇതിനുള്ളിലും കാണാനാവും. ഇനി കാണേണ്ടത് കൊവാച്ചി എന്നറിയപ്പെടുന്ന സെമിറ്ററിയാണ്. നഗരത്തിലെ കൊവാച്ചി മലയുടെ ചരിവിൽ സ്ഥിതി ചെയ്യുന്ന ശവസംസ്കാര കേന്ദ്രം. സരയേവോ ഉപരോധത്തിനിടയിൽ സെർബിയൻ ഷൂട്ടർമാരുടെ വെടിയേറ്റ് കൊല്ലപ്പെട്ടവരാണ് ഇവിടെ അന്ത്യനിദ്ര കൊള്ളുന്നത്. അതുകൊണ്ടുതന്നെ കൊവാച്ചി സെമിട്രി സരയേവോയുടെ ചരിത്രത്തെ ഓർമ്മിപ്പിക്കുന്ന സുപ്രധാന സ്മാരകം കൂടിയാകുന്നു. ഈ ചരിത്ര പ്രാധാന്യം കൊണ്ടാണ് ഇവിടം ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായി മാറിയതും. നൂറുകണക്കിന് സ്മാരക ഫലകങ്ങളാണ് സെമിട്രിയിലുള്ളത്. വെളുത്ത നിറത്തിൽ ഒരേ രൂപത്തിലുള്ള ഉയരം കുറഞ്ഞ സ്തൂപങ്ങൾ. എല്ലാ ഫലകങ്ങളിലും മരിച്ചയാളുടെ പേരും ജനിച്ച വർഷവും മരിച്ച വർഷവും കാണാം. ഉപരോധകാലത്ത് 12,000-ഓളം നഗരവാസികൾ വെടിയേറ്റ് മരിച്ചിട്ടുണ്ടെന്നാണ് കണക്ക്.
അതിൽ 1500ഓളം പിഞ്ചു കുഞ്ഞുങ്ങളും ഉൾപ്പെടും. ഉപരോധകാലത്ത് ജീവൻ നഷ്ടമായവരെ സംസ്കരിച്ച സെമിത്തേരികൾ നഗരത്തിൽ പലയിടങ്ങളിലും കാണാനാകും. ഇവിടെ ഒരു കാഴ്ച കൂടി നമുക്ക് കാണേണ്ടതുണ്ട്. യെല്ലോ ബാസ്റ്റിൻ എന്ന കോട്ട. സെമിത്തേരിയിൽ നിന്നും അല്പം കൂടി മുകളിലേക്ക് നടന്നാൽ കോട്ടയുടെ സമീപമെത്തും. ഒട്ടോമൻ കാലത്ത് ഓസ്ട്രോ ഹംഗേറിയൻ ആക്രമണങ്ങളെ ചെറുക്കാൻ സ്ഥാപിച്ച ചെറിയൊരു കോട്ടയാണിത്. നഗരവും ചുറ്റുവട്ട പ്രദേശങ്ങളും വ്യക്തമായി കാണാൻ കഴിയുന്ന സ്ഥാനത്തുള്ള നിർമ്മിതി. ഇവിടെ കസേരകളും മേശകളും നിരത്തി ചെറിയൊരു വിശ്രമ കേന്ദ്രം ഒരുക്കിയിട്ടുണ്ട്. നഗരത്തിന്റെ പനോരമിക് ദൃശ്യങ്ങളാണ് യെല്ലോ ബാസ്റ്റിനെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആക്കുന്ന പ്രധാന ഘടകം. ഇനി നമുക്കൊരു കേബിൾ കാർ റൈഡ് ആകാം. നഗരത്തിന് സമീപം ട്രെബേവിച്ച് മലയുടെ മുകളിലേക്കുള്ള വ്യൂ പോയിന്റിലേക്കാണ് യാത്ര. കേബിൾ കാർ കൂടാതെ റോഡിലൂടെ വാഹനത്തിലും ഹൈക്കിംഗ് ട്രെയിലുകളിലൂടെ നടന്നും മലമുകളിലെത്താം. നഗരവാസികൾ ഒഴിവു ദിവസങ്ങളിൽ വ്യായാമത്തിനും വിനോദത്തിനുമായി ഇവിടെ ഹൈക്കിങ്ങിൽ ഏർപ്പെടുന്നത് പതിവാണ്. ഏതാണ്ട് 10 മിനിറ്റ് നീളുന്നതാണ് ട്രെബേവിച്ചിലേക്കുള്ള കേബിൾ കാർ റൈഡ്. ചുറ്റും ഗ്ലാസ് ഘടിപ്പിച്ച ഗൊണ്ടോളയിൽ കാഴ്ച കണ്ടുകൊണ്ട് സാവധാനം സഞ്ചരിക്കാം. നഗരത്തിന്റെ ആകാശ കാഴ്ചകൾ തന്നെയാണ് ഈ യാത്രയുടെ മുഖ്യ ആകർഷണം. പരമ്പരാഗത ശൈലിയിൽ ഓടിട്ട് നിർമ്മിച്ച കെട്ടിടങ്ങളുടെ നീണ്ട നിരയാണ് മുകളിലേക്ക് ചെല്ലുന്തോറും ദൃശ്യമാവുക. ട്രെബേവിച്ച് മലയുടെ മുകളിലാണ് കേബിൾ ലൈനിലെ രണ്ടാമത്തെയും അവസാനത്തെയും സ്റ്റേഷൻ. ഇവിടെ സന്ദർശകർക്കായി റെസ്റ്റോറന്റും ഒബ്സർവേഷൻ ഡെക്കും അടങ്ങുന്ന വിസിറ്റേഴ്സ് സെന്റർ ഒരുക്കിയിട്ടുണ്ട്. വ്യൂവിംഗ് പ്ലാറ്റ്ഫോമിൽ നിരത്തിയിട്ടുള്ള കസേരകളിലിരുന്ന് കാഴ്ചകൾ കണ്ടുകൊണ്ട് രുചികരമായ ഭക്ഷണം ആസ്വദിക്കാം. മലയുടെ മുകളിലൂടെ ധാരാളം നടപ്പാതകൾ പണികഴിപ്പിച്ചിട്ടുണ്ട്. ഈ വഴികളിലൂടെ നടക്കുന്നതും പല കോണുകളിൽ നിന്നും താഴ്വാര കാഴ്ചകൾ ആസ്വദിക്കുന്നതും രസകരമായ അനുഭവമാണ്. 1984 വിന്റർ ഒളിമ്പിക്സിന് വേദിയായത് ഈ പ്രദേശമായിരുന്നു. ശൈത്യത്തിൽ കനത്ത തോതിൽ മഞ്ഞു വീഴുമ്പോൾ ഇവിടെ സ്കീയിങ് അടക്കമുള്ള വിന്റർ ആക്ടിവിറ്റികളും സജീവമാകും. അവസാനമായി നമുക്ക് കാണേണ്ടത് സരയേവോയിലെ പ്രധാനപ്പെട്ട ചരിത്ര സ്മാരകങ്ങളിൽ ഒന്നായ ടണൽ ഓഫ് ഹോപ്സ് എന്ന തുരങ്ക വഴിയാണ്. സെർബിയൻ സൈന്യത്തിന്റെ ശക്തമായ ഉപരോധത്തെ തോൽപ്പിച്ചത് ഈ തുരങ്കമാണെന്ന് പറയാനാകും. അന്ന് നഗരത്തിലേക്ക് മരുന്നും ആഹാരവും എത്തുന്നത് തടഞ്ഞുകൊണ്ടാണ് സെർബിയ തങ്ങളുടെ സൈന്യത്തെ മലനിരകളിൽ വിന്യസിച്ചിരുന്നത്. എയർപോർട്ട് ഉൾപ്പെടുന്ന വളരെ കുറച്ചു ഭാഗം മാത്രമേ അവരുടെ ആക്രമണ പരിധിക്ക് പുറത്തുണ്ടായിരുന്നുള്ളൂ. ഇത് മനസ്സിലാക്കിയ സരയേവോയിലെ നേതൃത്വം റൺവേക്ക് അടിയിലൂടെ ഒരു തുരങ്കം നിർമ്മിക്കാൻ തീരുമാനിച്ചു. ഏതാണ്ട് 1 കിലോമീറ്റർ നീളമുള്ള തുരങ്കത്തിന്റെ തുടക്കവും ഒടുക്കവും 2 വീടുകൾക്കുള്ളിലായിരുന്നതിനാൽ പുറത്തുനിന്ന് കാണാൻ കഴിഞ്ഞിരുന്നില്ല. അങ്ങനെ തുരങ്കവഴി യാഥാർത്ഥ്യമായതോടെ നഗരത്തിന് പുറം ലോകവുമായി ബന്ധം സ്ഥാപിക്കാനായി. തുടർന്ന് യുദ്ധം അവസാനിക്കുവോളം ഏതാണ്ട് 2 ലക്ഷത്തോളം ടൺ ഭക്ഷണവും ആയുധങ്ങളും മരുന്നുകളുമെല്ലാം ഇതിലൂടെ നഗരത്തിലെത്തിച്ചിട്ടുണ്ട്. കൂടാതെ ലക്ഷക്കണക്കിന് മനുഷ്യരും തുരങ്കത്തിലൂടെ ഇരുവശത്തേക്കും യാത്ര ചെയ്തു. യുദ്ധം അവസാനിച്ച ശേഷം വിസ്മൃതിയിലായ തുരങ്കത്തിന്റെ തകരാത്ത കുറച്ചു ഭാഗങ്ങൾ ഇപ്പോൾ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാക്കി മാറ്റിയിട്ടുണ്ട്. ആ കാലഘട്ടത്തെ അടയാളപ്പെടുത്തുന്ന ഒരു മ്യൂസിയവും ഇതോടൊപ്പം ഒരുക്കിയിരിക്കുന്നു. ടണൽ പണിയാൻ സഹകരിച്ച നഗരവാസികളുടെ ചിത്രങ്ങൾ, ഉപയോഗിച്ച ഉപകരണങ്ങൾ എന്നിവയൊക്കെ മ്യൂസിയത്തിൽ കാണാം.
പരിമിതമായ സൗകര്യങ്ങളുള്ള ഒരു നഗരത്തെ എങ്ങനെ വിനോദസഞ്ചാര കേന്ദ്രമാക്കി വികസിപ്പിക്കാം എന്നതിന് മികച്ച ഉദാഹരണമാണ് സരയേവോ. ഭൂപ്രകൃതിയും ചരിത്രവും സംസ്കാരവുമെല്ലാം അതിമനോഹരമായി സമന്വയിപ്പിച്ച് സഞ്ചാരികൾക്ക് മറക്കാനാവാത്ത കാഴ്ചകളും അനുഭവങ്ങളും സമ്മാനിച്ച് വിനോദസഞ്ചാര രംഗത്ത് വിപ്ലവം സൃഷ്ടിച്ച് മുന്നേറുകയാണ് ഈ നഗരം.